ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ആവർത്തന ചോദ്യങ്ങളാണുള്ളത്. കേരള PSC പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഫയൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന ജൂണിൽ നടക്കാനിരിക്കുന്ന WPC എക്സാം, അതേപോലെ തന്നെ LDC എക്സാം വരുന്നുണ്ട്, അതുപോലെ തന്നെ LGS എക്സാം, ഡിഗ്രി പ്രിലിംസും ഉണ്ട് അല്ലേ. ഇതിനൊക്കെ വേണ്ട ഫാക്ട്സ് അടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഇന്ന് എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ ഇല്ല, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുത്തിയിരുന്ന് പഠിക്കുകയും വേണം. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് നോക്കി പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ 9ാമത്തെ മുതൽ കാരക്കോറം, സസ്കർ, പീർ പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാരക്കോറം, സസ്കർ, പീർ പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ആൻസർ കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയം. കാരക്കോറം, സസ്കർ, പീർ പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയം. നെക്സ്റ്റ് വൺ, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓർമ്മ വന്നില്ല, വേഗം ആൻസർ. ഓപ്ഷൻ സി കാപ്പി. അറബിക്ക, റോബസ്റ്റ ഓർക്കുമ്പോൾ കാപ്പി ഓർമ്മ വരും. കാപ്പി. ആൻസർ ഓപ്ഷൻ സി കാപ്പിയാണ്. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നിവ കാപ്പി വർഗത്തിൽപ്പെട്ടവയാണ്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇളമ്പലാരി മല. ഇളമ്പലേരി കുന്നുകൾ അല്ലേ, നമ്മുടെ റാങ്ക് ഫയലിൽ കിടക്കുന്ന എന്താണ്? ഇളമ്പലേരി കുന്നുകൾ. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പലാരി മല. നെക്സ്റ്റ് വൺ, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് മാൻസിനസ് സി, സിംബേലിയസ് എൻ. മാൻസിനസ് സി, സിംബേലിയസ് എൻ. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സിയും സിംബേലിയസ് എന്നിനും ഇടയിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? ആൻസർ നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? ആൻസർ MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ഡി നബാർഡ്. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണെന്ത്? നബാർഡ്. നബാർഡ്. നെക്സ്റ്റ് വൺ, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ പണപ്പെരുപ്പം. ഓപ്ഷൻ സി പണപ്പെരുപ്പം. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പണപ്പെരുപ്പം. സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു, പണപ്പെരുപ്പമാണ് പ്രത്യക്ഷത്തിൽ. നെക്സ്റ്റ് വൺ, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് GDP. ഗ്രോസ് GDP കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോലാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക അല്ലേ? ശരിയോ തെറ്റോ? നമുക്ക് നേരെ ആൻസറിലേക്ക് നീങ്ങാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ബിയും സിയും ശരിയാണ്. ഓക്കെ, ബിയും സിയും ശരിയാണെന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടെണ്ണം തെറ്റാണ് അല്ലേ? അപ്പോൾ എന്താണ് കൊടുക്കുന്നത്? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42 ഭേദഗതിയിലൂടെയാണ് അല്ലേ?
നമുക്ക് 42 എന്ന് പറയുമ്പോൾ എന്തുമാത്രമൊക്കെ ഓർമ്മ വരികയുള്ളൂ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെയല്ലേ ഓർമ്മ വരത്തുള്ളൂ. ഇവിടെ ഈ 5 വിഷയങ്ങൾ ഉൾപ്പെടുത്തിയേക്കുന്നത് കാര്യം കൂടി വരുന്നുണ്ട്. ഇനി മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44 ഭരണഘടന ഭേദഗതിയുടെയാണ് അല്ലേ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് പോലും 44 ഭേദഗതി വരെയൊക്കെ പഠിക്കാറുണ്ട്. അപ്പം സ്വത്തവകാശം നീക്കം ചെയ്തത് എവിടെ നിന്നാണ്? 44 ഭേദഗതി. നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ഇത് തെറ്റേതെന്നാണ് അവർ ചോദിച്ചേക്കുന്നില്ലേ. ഇവിടുത്തെ എന്തൊക്കെ പറയുക? എയും ബിയും ഡിയും തെറ്റാണ്. എയും ബിയും ഡിയും തെറ്റാണ് അല്ലേ. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. സാധൂകരിക്കുക എന്ന് പറയുമ്പോൾ ശരിയാണോ തെറ്റാണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത് തെറ്റാണ് നമുക്കറിയാം. ഓക്കെ നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത്. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, നിർദ്ദേശക തത്വങ്ങളിൽ. നിർദ്ദേശക തത്വങ്ങളിൽ. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ, ഭരണഘടനാ ഭേദഗതി, ഉപരാഷ്ട്രപതി ചുമതലകൾ, അവശിഷ്ടാധികാരങ്ങൾ. ചേരുംപടി ചേർക്കുക. ആൻസർ ഇത് വരും ഓപ്ഷൻ ഡി ആണ്. ഇവിടെ നമുക്ക് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. അതായത് അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഏതാണ് അടിയന്തരാവസ്ഥ? അടിയന്തരാവസ്ഥ അല്ലേ, എമർജൻസി. അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ജർമ്മനി അല്ലേ, അടിയന്തരാവസ്ഥ ജർമ്മനിയാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് ഇവിടുന്ന് അവിടെ എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കൻ എടുത്തിട്ടുണ്ട്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകളോ അമേരിക്കൻ എന്നാണ്. അവശിഷ്ടാധികാരങ്ങളോ നമ്മൾ കാനഡയാണ്. ഒന്നുകൂടി, അടിയന്തരാവസ്ഥ ജർമ്മനിയാണ്. അടിയന്തരാവസ്ഥ ജർമ്മനി എന്നാണ് നമ്മൾ കടമെടുത്തേക്കുന്നത്. പിന്നെ ഭരണഘടനാ ഭേദഗതി എടുത്തേക്കുന്നത് ഇവിടെ നിന്നാണ്, സൗത്ത് ആഫ്രിക്ക എന്നാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി കടമെടുത്തിട്ടുള്ളത്. പിന്നെ ഉപരാഷ്ട്രപതി ചുമതലകൾ എന്ന് പറയുമ്പോൾ അമേരിക്ക എന്നാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നത് അമേരിക്കയാണ്. അവശിഷ്ടാധികാരങ്ങൾ എന്താണ്? കാനഡയാണ്. അടുത്തതിലേക്ക് വേഗം പോവുകയാണ്. നെക്സ്റ്റ് ചോദ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ. നെക്സ്റ്റ് ചോദ്യം, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. അവരുടെ വാക്കുകളാണ്. ആൻസർ ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ് ഇത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണെന്ന് കണ്ടെത്തുക. ഓക്കെ, ഇവിടുത്തെ ആൻസർ നോക്കിയതാണ് ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഭയത്തിൽ നിന്നുള്ള മോചനം അല്ലേ, അത് എഴുതിയ ആരാണെന്നുള്ളതാണ്. ആരാണത്? ആങ് സാങ് സൂചിയുടെയാണ് അല്ലേ, ആങ് സാങ് സൂക്കിയുടെയാണ് ഭയത്തിൽ നിന്നുള്ള മോചനം. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന് പറയുമ്പോൾ ആരാണ്? നെൽസൺ മണ്ടേലയാണ്. സ്വാതന്ത്ര്യത്തിന് രണ്ട് മാനങ്ങൾ എഴുതിയേക്കുന്നവരാണ്? ഇസയ ബെർലിനാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ഓൺ ലിബർട്ടി എന്ന് പറയുമ്പോൾ എന്താണിത്? JS മില്ലിൻ്റെയാണ്. ഓൺ ലിബർട്ടി, സ്വാതന്ത്ര്യത്തിലേക്ക് JS മില്ലിൻ്റെയാണ്. ഭയത്തിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം ഫിയർ, ആങ് സാങ് സുചി. ഫ്രീഡം ഫ്രം ഫിയർ, ആങ് സാങ് സുചി. ലോങ് വാക്ക് ടു ഫ്രീഡം, അത് കേട്ടിട്ടുണ്ട് അല്ലേ? ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. നമ്മൾ കേൾക്കാത്തത് മലയാളമാണ് അല്ലേ, ടെക്സ്റ്റിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റിലാണ് നമ്മൾ കേട്ടേക്കുന്നത്. അങ്ങനെ ലോങ് വാക്ക് ടു ഫ്രീഡമാണ് നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ട് മാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇസയ ബെർലിൻ. ടു കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, ഇസയ ബെർലിൻ. ഓൺ ലിബർട്ടി എന്ന് പറയുമ്പോൾ JS മില്ലുമാണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? ആൻസറോ ഓപ്ഷൻ സി, 2023 സെപ്റ്റംബർ 20. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ നാടൻ കളിയുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പദ്ധതിയുടെ പേരെന്താണ്? ഏത് പദ്ധതിയാണ് കായിക വകുപ്പ് ആരംഭിച്ചേക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, കളിത്തട്ട്. ഓക്കെ, പദ്ധതിയാണ് കളിത്തട്ട് എന്ന് പറയുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ,
കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്. കറുത്ത പട്ടേരി VT ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? ആൻസർ സ്നേഹസ്വാന്തനം. സ്നേഹസ്വാന്തനം. എൻഡോസൾഫാനാണ് സ്നേഹസ്വാന്തനം. ഇവിടെ നമുക്ക് ചേരുമ്പടി ചേർക്കുക എന്നുള്ളത് ഇവിടെ അതിനകത്ത് തെറ്റില്ല, നമുക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് എഴുതാൻ പറ്റില്ല. ആത്മഹത്യാ സംഘം വാഗ്ഭടാനന്ദൻ. കുറച്ച് കറക്റ്റ് ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം കേട്ടോ. സമത്വ സമാജം ആരുടെയാണ്? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ കേട്ടോ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം പോയി. ഓക്കെ, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ എന്ന് വരയ്ക്കാം. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ആത്മഹത്യാ സംഘം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ്. ആത്മഹത്യാ സംഘം വാഗ്ഭടാനന്ദൻ്റെയാണ്. അരയ സമാജം എന്ന് പറയുമ്പോൾ അരയ സമാജം ആരുടെയാണ്? അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ്റെയാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ അല്ലേ. പ്രത്യക്ഷ ശിക്ഷാ ദിവസഭ ആരുടെയാണ്? അപ്പോഴും ഓട്ടോമാറ്റിക്കലി കുമാരഗുരുദേവൻ. ഓക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയില്ലേ? ഓക്കെ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. പ്രത്യക്ഷ ദേവസഭ കുമാരഗുരുദേവൻ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ്? ആൻസർ ഓപ്ഷൻ C ആണ്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ അല്ലേ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റമിൻ B12 അഭാവത്തിലാണ് ഈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവുന്നത് അല്ലേ. നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളെന്ന് നമുക്കറിയില്ലേ. രക്തത്തിൽ രക്തകോശങ്ങൾ ഒന്നാണെന്ത്? RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ. മറ്റൊരു പേരെന്താണ്? അരുണ രക്താണുക്കൾ എന്നും പറയും. ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു അതാണ് ഹീമോഗ്ലോബിൻ എന്നാണ് പറയും. അപ്പോൾ അതിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ചുവന്ന രക്താണു കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? അനീമിയ, വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ B12 പ്രവർത്തനം കൂടി ആകുമ്പോഴാണ് ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് ഇവിടെ RBCയുടെ ആണ് എണ്ണം കുറയുക. RBC കൗണ്ടും കുറയുക ചെയ്യുക. നേരത്തെ അനീമിയ എന്നൊക്കെ പറയുമ്പോൾ HB കുറയുന്നില്ലേ, ഹീമോഗ്ലോബിൻ കുറയുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ B12 കുറവ് മൂലം ചുവന്ന രക്താണുക്കളുടെ നമ്പർ കുറയും അല്ലേ. അവരുടെ ആയുസ് 120 ദിവസം മാത്രമാണ് ആയുസ് ഉള്ളത്. അപ്പം നമ്പർ കുറയുമ്പോൾ 3 മാസം എടുക്കും പിന്നെ വീണ്ടും ഉണ്ടായി വരും. അപ്പം ചുവന്ന രക്താണുക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ ആയുസ്, അവരുടെ എണ്ണത്തിൽ കുറവ് വരുന്നു. RBCയുടെ എണ്ണത്തിൽ കുറവ് വരുന്നതാണ് എന്ത്? ഈ അനീമിയ ഉണ്ടാവാൻ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവാൻ കാരണം. ചോദ്യം വേറെയും ചോദിക്കുന്നത് വൈറ്റമിൻ B12 അഭാവത്തുണ്ടാകുന്ന അസുഖം എന്താണ്? എന്താണ് അസുഖം? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ അല്ലേ. ഇവിടെ നമുക്ക് ഹീമോഫീലിയ അറിയാം, സിക്കിൾ സെൽ അനീമിയ. രണ്ടും എന്താ അസുഖമാണ്? ജനിതക രോഗങ്ങളാണ് അല്ലേ. ഹീമോഫീലിയ എന്ന് പറയുമ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥ അല്ലേ. സിക്കിൾ സെൽ അനീമിയ എന്താണ്? സിക്കിൾ സെൽ അനീമിയ അതായത് ഈ RBC എന്ന് പറഞ്ഞില്ലേ, ചുവന്ന രക്താണെന്ന് പറഞ്ഞില്ലേ, അത് എന്താവും? സിക്കിൾ ഷേപ്ഡ്, അരിവാള് പോലെ ആവും. അപ്പോൾ അതിനകത്ത് ഹീമോഗ്ലോബിൻ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്സിജനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ സിക്കിൾ ഷേപ്ഡ് ആവും, അരിവാൾ രോഗം എന്നറിയപ്പെടുക. സിക്കിൾ ഷേപ്ഡ് RBC രൂപം മാറുന്നുണ്ട്. ആ അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും. ജനിതക രോഗമാണത്, ജനിതക രോഗം, പാരമ്പര്യമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യം ഏത് കോശങ്ങളിലെത്തുന്നു അല്ലേ? ആൻസർ ഓപ്ഷൻ D ആണ്, കരൾ കോശങ്ങളിലാണ് ആദ്യം എത്തുക. മലേറിയ രോഗകാരി പ്ലാസ്മോഡിയം വൈവാക്സാവ എന്ന് പറഞ്ഞില്ലേ, രണ്ടും പ്രോട്ടോസോവൻസാണ്. അതിൻ്റെ കൊതുക് വഴി അല്ലേ, കൊതുക് ബ്ലഡ് കുടിക്കുമ്പോഴാണത് പകരുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ കരൾ കോശങ്ങളിലെത്തിയിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ രണ്ട് ഈ കൊതുകിലുമുണ്ട് അതിൻ്റെ സൈക്കിൾ, അതുപോലെ നമ്മുടെ മനുഷ്യരിലുമുണ്ട് സൈക്കിൾ കേട്ടോ. അപ്പോൾ ഇവിടെ കരൾ കോശങ്ങളിലാണ് അവർ എത്തുക എന്ന് പറയും.
നെക്സ്റ്റ് വരുന്നത് തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഹരിതഗ്രഹ പ്രവാഹം അല്ലേ, ഭവനം ഗ്രഹം ഒരുമിച്ചല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിന്, CFC ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രിക് ഓക്സൈഡ് അല്ലേ. CO2 ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ചൂട് കൂടുന്ന അവസ്ഥയ്ക്ക് കാരണമാണ്. നെക്സ്റ്റ് IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഹെൽപ്പിംഗ് ഹാൻഡ് ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി അവർക്കില്ല, അവരുടെ ഈ ടെൻഷനായ ജീവിതത്തിനിടയ്ക്ക് പല പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ ഇങ്ങനെയും പോകുമ്പോൾ അവർക്ക് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, ടെൻഡൻസി തോന്നാതിരിക്കുക പ്രതിരോധം, അതാണ് ഹെൽപ്പിംഗ് ഹാൻഡുകളായി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ എസ് ഫേസി. പ്രകാശവർഷം എന്തിൻ്റെ യൂണിറ്റാണ്? പ്രകാശവർഷം. ആൻസർ ഓപ്ഷൻ ഡി ദൂരം. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണ്? ആൻസർ 500 വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാൻഡ് 3DS ഈ തരത്തിലുള്ള ഉപഗ്രഹമാണ് ഇല്ലേ? അത് നമുക്ക് ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ, ഇത് കമൻറ്റ്. ഇതിപ്പോൾ പ്രസക്തി വരുന്നില്ല. നെക്സ്റ്റ് വൺ, അറ്റോമിക് നമ്പർ 31 ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുക? 31 അറ്റോമിക് നമ്പർ. പീരീഡ് ഏത്, ഗ്രൂപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 4ാം പീരീഡ് ഗ്രൂപ്പ് 13. നെക്സ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൽ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ബി ആണ് ശരിയായത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ആഗോള താപനത്തിന് കാരണം ആരാണ്? CO2 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന സംഭവമാണിത്. CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അത് CO2വിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില എന്ന് പറയുമ്പോൾ 9.2 അല്ലേ. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ആ ഒരു പ്രസ്താവന എന്താണെന്ന് നോക്കുക. അപ്പോൾ CO2 വാതകത്തെ മർദ്ദം കൂട്ടിയിട്ട് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് ഏതാണ്? 30.98 ആണ്. മനസ്സിലായി? നെക്സ്റ്റ്, Mg പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലിഥിയം. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കരുത്തോടെ ഒന്നിച്ചെന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഒളിമ്പിക്സിൻ്റെ ആണ്. നെക്സ്റ്റ്, ഇത് അവനവൻ അറിയുന്നതൊക്കെ ഓർത്ത അവനിയിൽ ആദ്യമായ ഒരു ആത്മരൂപം ഇല്ലേ. ഇത് ആരുടെ വരികൾ? ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിൽ നിന്നാണ്? അദ്ദേഹത്തിൻ്റെ ആണെന്നറിയാം, ഏത് കൃതിയിൽ നിന്നാണ് നമുക്കും അറിയാത്തല്ലേ, നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ ബി ആത്മോപദേശ ശതകം കേട്ടോ. ശതകമുണ്ട്, ഇത് സമയമായിട്ട് മറ്റൊരാളുടെ ഉണ്ട്, ചട്ടമ്പി സ്വാമിയുടെ ഉണ്ട്. അപ്പോൾ ഇത് തന്നെ പഠിക്കണം, ആത്മോപദേശ ശതകം ഇത് പഠിക്കുക. നെക്സ്റ്റ് വൺ, CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണ്? സാകേതം ആൻഡ് ലങ്കാലക്ഷ്മി. CN ശ്രീകണ്ഠൻ നായരുടേത് സാകേതവും ലങ്കാലക്ഷ്മിയുമാണ്. അടുത്ത ചോദ്യം, കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഇത് മൂന്നും യോജിക്കുന്ന പാലക്കാട് ജില്ലയിലുള്ളതാണ് കണ്യാർകളി. മലമക്കളി, ദേശക്കളി എന്നും പറയുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആട്ടോ. ശരൺകുമാർ ലിംബാളയുമുണ്ട്, പ്രഭാവർമ്മയുമുണ്ട്. സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മ ഓർമ്മയുണ്ടല്ലേ, പക്ഷേങ്കിൽ ശരൺകുമാർ ലിംബാളയും കൂടി ഓർത്തിരിക്കുക.